ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതേപോലെ കുറച്ച് ജിയോ പൊളിറ്റിക്കൽസ് ഡെവലപ്മെന്റ് അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം മിഡിൽ ഈസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ ലൈനിൻ്റെ അപ്പുറത്ത് കടന്നു ചെന്നാണ് ആക്രമണം നടത്തിയത്. യെല്ലോ ലൈൻ ഭേദിച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് ഹമാസ് ഭീകരർ ആക്രമണം നടത്തിയത് കൊണ്ടാണ് അങ്ങോട്ട് തിരിച്ചടിക്കേണ്ടി വന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടനീളം ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ 24 പേര് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതേപോലെ ആന്റണിയോ ഗുട്ടറസ് എന്ന് പറയുന്നത് UN ചീഫാണ്. UN ചീഫിന് ഭയങ്കര വിഷമം. എന്ത് വിഷമം എന്ന് പറഞ്ഞാൽ നെതന്യാഹു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വളരെ ഫ്രീ ആയിട്ട് സിറിയക്കുള്ളിലേക്ക് പോയി ഇങ്ങനെ സന്ദർശിക്കുന്നത്, അതായത് ഈ ഹെർമോൺ മലനിരകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ, അതായത് സിറിയയുടെ അടുത്ത് നിന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്ന കുറച്ച് സ്ഥലമുണ്ട്. അതായത് ഈ അസുവൈദ ഉൾപ്പെടെയുള്ള ആ സ്ഥലങ്ങൾ, അതായത് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ബഫർ സോൺ എന്ന് പറഞ്ഞുകൊണ്ട് UN പീസ് കീപ്പിംഗ് മിഷൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ആ ഏരിയയിലൊക്കെ എപ്പോഴും നെതന്യാഹു പോയിട്ട് വിസിറ്റ് ചെയ്യുന്നത് അത്ര ശരിയല്ല എന്നുള്ള രീതിയിലുള്ള കൺസേൺ ആണ് പുള്ളിക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷമം രേഖപ്പെടുത്തേണ്ടത് അഹമ്മദ് അൽ ഷാറ എന്ന് പറഞ്ഞ സിറിയയുടെ പ്രസിഡന്റാണ്, അല്ലാതെ ആന്റണിയോ ഗുട്ടറസ് അല്ല. ആന്റണിയോ ഗുട്ടറസിന് എന്തിനാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രമാത്രം വേവലാതി എന്നുള്ളത് നമുക്കറിയുന്നില്ല, അതേപോലെ ലോകമെമ്പാടുമുള്ള നേതാക്കൾക്കും അറിയുന്നില്ല എന്നുള്ളതാണ്. ആ ആന്റണിയോ ഗുട്ടറസിന് അവിടെ ആകെ കൂടി പറയാനുള്ള ഒരു റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യുനിഫിൽ ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. അത് യുനിഫിലിന്റെ കാര്യം യുനിഫിൽ അവിടെ നോക്കിക്കോളും. യുനിഫിലിന്റെ സൈഡിലേക്ക് ഇസ്രായേൽ ഒരിക്കലും കയറി പോകുന്നുമില്ല എന്നുള്ളതാണ്. എന്നാലും ആന്റണിയോ ഗുട്ടറസ് അതിനെക്കുറിച്ചുള്ള ഒരു അങ്കലാപ്പ്, ഒരു വേവലാതിയൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. അതേപോലെ ട്രംപ് ഇന്ന് MBS മുഹമ്മദ് ബിൻ സൽമാൻ, സൗദിയുടെ ക്രൗൺ പ്രിൻസ് അമേരിക്കയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് പറയുകയാണ്, ഗാസയുടെ പീസ് സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിൽ നിങ്ങൾ പങ്കെടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പറയാമെന്നാണ് MBS പറഞ്ഞിരിക്കുന്നത്. അതായത് നേരിട്ട് ചോദിക്കുകയാണ്, ഗാസയുടെ പീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ റീകൺസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള തീരുമാനം പിന്നീട് അറിയിക്കാമെന്നാണ് MBS പറഞ്ഞിരിക്കുന്നത്. സിറിയയിൽ ശരിക്കും ഈ ഹെർമോൺ മലനിരകൾ അഥവാ ഈ ഇസ്രായേൽ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങൾ അത്രത്തോളം IDFന്റെ ട്രൂപ്പിനെ വീണ്ടും നെതന്യാഹു റീഡിപ്ലോയ്മെന്റ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ വിഷയം, അമേരിക്കയിൽ ചെന്നിട്ട് അഹമ്മദ് അൽ ഷാറ പറഞ്ഞതാണ് സിറിയയുടെ സ്ഥലങ്ങൾ തൽക്കാലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഇപ്പം ഈ രീതിയിലേക്ക് ഒരു റീഡിപ്ലോയ്മെന്റ്. പിന്നീട് വേറൊരു വിഷയം കൂടി വരുന്നുണ്ട്, അതായത് ലെബനാനിലേക്കുള്ള ആയുധക്കടത്ത് ഇതുവഴി നടക്കുന്നുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. സിറിയ വഴി വീണ്ടും ഈ ഒരു ആയുധക്കടത്ത് നടത്തുന്നുണ്ട് ഇറാൻ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് IDF വീണ്ടും ഹെർമോൺ മലനിരകൾ തൊട്ട് താഴോട്ട് ഡമസ്കസിന്റെ തൊട്ടിപ്പുറത്തുള്ള ഏരിയകളിലെല്ലാം, ക്വനഡ്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പോൾ റീഡിപ്ലോയ്മെന്റ് ചെയ്തിരിക്കുന്നത് IDF ട്രൂപ്പിനെ. അതുപോലെ IDF ലെബനാന്റെ ഉള്ളിൽ ഒരു സ്ട്രൈക്ക്, അതായത് ഹമാസിന്റെ ഒരു ഫെസിലിറ്റി അറ്റാക്ക് നടത്തിയതായിട്ടാണ് പറയുന്നത്. ഹമാസ് ഫെസിലിറ്റി 13 പേര് അതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലെബനാന്റെ ഉള്ളിലേക്ക് അമേരിക്കൻ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ വരാൻ വേണ്ടിയിട്ടിരുന്ന സാഹചര്യത്തിൽ ആ മീറ്റിംഗ് റദ്ദാക്കിയിരിക്കുകയാണ്. അതിന് കാരണമായിട്ട് അമേരിക്ക പറയുന്നത്, ഇസ്രായേലിനെതിരെ ലെബനാൻ ഗവൺമെന്റ് നടത്തിയ ലെബനാൻ ഗവൺമെന്റ് ഇസ്രായേലിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ പണി ശരിക്കും അവിടുത്തെ റിബൽ ഗ്രൂപ്പായിട്ടുള്ള ഹെസ്ബുള്ളയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അതിന് പകരം അവർ ഹെസ്ബുള്ളകളുടെ സപ്പോർട്ടോടു കൂടി ഹമാസിന് ഇവിടെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലിരിക്കുന്ന ലെബനാൻ ഗവൺമെന്റ് ഇസ്രായേലിനെ വിമർശിക്കുന്നതിന് യാതൊരു അർഹതയും ഇല്ല എന്നുള്ള നിലയിലാണ് അമേരിക്ക ഈ ഒരു മീറ്റിംഗ് റദ്ദാക്കിയത്. അതായത് ഇസ്രായേലിന്റെ കയ്യിലാണ്, നിങ്ങൾ അടിച്ച് തൊലച്ചോ എന്തും ചെയ്തോ എന്നുള്ളൊരു ഫ്രീ ഹാൻഡാണ് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഫേസുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ സൈഡിൽ നിന്ന് പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഹമാസ് അതിനെ അംഗീകരിച്ചു. ഓക്കെ, വരൂ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഹമാസിന്റെ സൈഡിൽ നിന്ന് അപ്രൂവൽ കിട്ടിയ സാഹചര്യത്തിൽ ഇപ്പം അമേരിക്കൻ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ള ടീം അവർ ഇപ്പം ഹമാസുമായിട്ട് സംസാരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ സെക്കൻഡ് ഫേസിലേക്ക് പോകാനുള്ള ആ ഒരു ചർച്ച വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അതേസമയം ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ തകൃതിയായിട്ട് വീണ്ടും ആക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അമേരിക്കയുടെ നിലപാട്, അമേരിക്കയ്ക്ക് ചില സമയങ്ങളിൽ നിലപാടെടുക്കുമ്പോഴത്തേക്കും വ്യക്തത ഉണ്ടാവാറില്ല. അപ്പം അങ്ങനെ വ്യക്തത ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ കൃത്യമായിട്ട് നെതന്യാഹു, ശരിക്കും ട്രംപിനെയും നെതന്യാഹുവിനെയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നെതന്യാഹുവിൻ്റെ 7 അയലത്ത് എത്തില്ല ട്രംപ്. അത് നമ്പർ 1. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ പറയുന്നത്, നെതന്യാഹു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് ഇസ്രായേൽ ഫസ്റ്റ് എന്ന പോളിസിയിൽ നെതന്യാഹു വളരെ ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കുറേ വർഷങ്ങളായിട്ട്. അമേരിക്കയിൽ ഡെമോക്രാറ്റ് ആയിക്കോട്ടെ, അമേരിക്കയിൽ റിപ്പബ്ലിക്കൻസ് ആയിക്കോട്ടെ, നെതന്യാഹുവിനെ ബാധിക്കുന്ന വിഷയമല്ല അത്. ഇസ്രായേലിനെയും ബാധിക്കുന്ന വിഷയമല്ല. ഇസ്രായേലിന് എന്ത് ചെയ്യണം എന്നുള്ളതും ഇസ്രായേലിന് എങ്ങനെ പെരുമാറണം എന്നുള്ളതും ഇസ്രായേലിന് എന്ത് വേണം എന്നുള്ളതും കൃത്യമായ ടൈം ലൈനിൽ ചോദിച്ച് മേടിക്കാൻ ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇതിനകത്ത് മൊസാദിൻ്റെ ഒരു ആർക്കൈവ്സ് ഫയൽ പുറത്തു വന്നിട്ടുണ്ട്. ആ ഫയൽ വായിച്ചപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അതായത് എല്ലാവരും ക്ലെയിം ചെയ്യുന്നത് പോലെ അമേരിക്ക പൂർണ്ണമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു, അമേരിക്കയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത് ഇസ്രായേലിൻ്റെ,
അമേരിക്കൻ ഇന്റലിജൻസ് തന്നെ ഇസ്രായേലിന് കംപ്ലീറ്റ് കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ചില അനുമാനങ്ങളും അതേപോലെ ചില റൂമർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ആർക്കൈവ്സ് ഫയൽ പുറത്താകുമ്പോഴത്തേക്കാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് വെറും ഇമാജിനറി സ്റ്റോറിയാണ്. കാരണം ഇപ്പൊ നിലവിൽ ഇസ്രായേൽ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ US പക്കൽ നിന്നും എയ്ഡ് വേണ്ട എന്നാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. US പക്കൽ നിന്നും എയ്ഡ് വേണ്ടാന്ന് തീരുമാനമെടുക്കാനുള്ള കാരണം അത് ഒരു ഗോൾഡൻ കഫ് എന്നാണ് പറയുന്നത്. ഈ ഗോൾഡൻ കഫ് എന്ന് പറയുന്നതിന്റെ കാരണം വെച്ചാൽ ഒരു സ്വർണ്ണ ചങ്ങല എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? ചങ്ങല സ്വർണ്ണമായാലെന്ത്, ചങ്ങല എന്ത്, സ്റ്റീലായാലെന്ത്, എന്ത് കാര്യം, ചങ്ങല തന്നെയാണ്. അപ്പൊ അതാണ് നെതന്യാഹു ഉദ്ദേശിക്കുന്നത്. ഗോൾഡൻ കഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ സെൻസിബിൾ ആയിട്ടുള്ള എക്സാമ്പിളൊക്കെ നെതന്യാഹുവിന്റെ വായിൽ നിന്നേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്ക കുറെ കാലം കൊണ്ട് ഇസ്രായേലിന് ഫണ്ട് കൊടുത്തിരുന്നു. അത് ഒരു പ്രോഗ്രാമിന്റെ കീഴിലാണ് കൊടുക്കുന്നത്. FMFP എന്നുള്ളൊരു പ്രോഗ്രാമാണ്. FMFP എന്നാണ് ഇതിനെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത്, ഫോറിൻ മിലിറ്ററി ഫൈനാൻസിങ് പ്രോഗ്രാം. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഈ ഫോറിൻ മിലിറ്ററി ഫൈനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യത്തുള്ള മിലിറ്ററി, അതായത് അമേരിക്കയുടെ അല്ലേ ആയിട്ടുള്ള കൺട്രി, അത്രമാത്രം സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇവർ ഈ ഒരു പ്രോഗ്രാമിൽ ഇവരെ ഉൾപ്പെടുത്തുന്നത്. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഓക്കെ ഞങ്ങളൊരു 40 ബില്യൺ അല്ലെങ്കിൽ ഒരു 30 ബില്യൺ ഈ വർഷത്തേക്ക് നിങ്ങൾക്ക് മിലിറ്ററി എയ്ഡ് ഓഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് വെച്ചാൽ ഈ ഫണ്ട് ഇവർ ഈ രാജ്യത്തിന് കൊടുക്കില്ല. ഇവർ അതിന് പകരം നേരെ ഈ ഫണ്ട് ആ രാജ്യത്തുള്ള ഏതെങ്കിലും ആയുധങ്ങൾ വിൽക്കുന്ന കമ്പനികളുണ്ടല്ലോ, മാനുഫാക്ചറേഴ്സ്, ലോക്കീഡ് മാർട്ടിൻ അതേപോലത്തെ കമ്പനികളുണ്ടല്ലോ, ആ കമ്പനികൾക്കാണ് ഇവർ ഈ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് അമേരിക്കയിൽ തന്നെ വെക്കുന്നത്. എന്നിട്ട് ഇസ്രായേലിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇസ്രായേലിന് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള മാനുഫാക്ചറിങ് അവർ നടത്തും. ആ പൈസ അമേരിക്കയുടെ ഉള്ളിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ആയുധ മാനുഫാക്ചറിങ് നടക്കുന്നത് അമേരിക്കയുടെ ഉള്ളിലാണ്. അപ്പം ആയുധം കൊടുക്കേണ്ടത് ഇസ്രായേലിനാണ്. അതേസമയം ഈ ഫണ്ട് കൊണ്ട് അവർക്ക് ഇസ്രായേലിന് എയ്ഡ് കൊടുത്തതുപോലെയുമായി, പക്ഷെ അതേസമയം അവരുടെ രാജ്യത്തിനുള്ളിൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ അവിടെ തൊഴിലവസരങ്ങൾ, ആ അമേരിക്കൻ പൗരന്മാർക്കുള്ള തൊഴിലവസരങ്ങൾ അവിടെ രൂപപ്പെടുകയാണ്. ഇവരോടൊപ്പം അലയായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ഇവർ ഫണ്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അല്ല ഡയറക്റ്റ് ആയിട്ട് ആർക്കും തന്നെ എയ്ഡ് കൊടുക്കാറില്ല. അതാണ് സംഗതി. ഈ US എയ്ഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ബെനിഫിറ്റിംഗ് US. അത് മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഈ പറഞ്ഞതുപോലെ ഒരു ഗോൾഡൻ കഫ് എന്നുള്ള പേരിൽ വേണമെങ്കിൽ അതിനെ വിളിക്കാം. കാരണം എല്ലാ രാജ്യങ്ങളെയും വരിഞ്ഞു മുറുക്കാനും താങ്കളുടെ വരുതിയിൽ വരുത്താനും അതുപോലെ തന്നെ ഡിപ്പെൻഡൻസി, അമേരിക്കയുടെ ഡിപ്പെൻഡൻസിയിൽ മാത്രം അവർ കഴിഞ്ഞുകൂടേണ്ട സാഹചര്യം, ഇതാണ് ഇനിഷ്യലി അമേരിക്ക ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അലൈ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം, ഈ ഫണ്ട് അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ അടിമയായി മാറുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാന് എത്രയോ വർഷങ്ങളായിട്ട് എയ്ഡ് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ പുറകിൽ വേറെ ഒരുപാട് സ്റ്റോറികളുണ്ട്. അതിൽ ഈ തീവ്രവാദ സംഘടനകളെ ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പാകിസ്ഥാന്റെ ഇമ്രാൻഖാന്റെ കാലഘട്ടത്തിൽ തന്നെ എല്ലാം പുറത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ US ഒരു രാജ്യത്തെ അടിമയാക്കുന്നുവെങ്കിൽ അവർ എയ്ഡ് കൊടുക്കും, ഡോളർ കൊടുത്ത് സഹായിക്കും. പക്ഷേ ഈ ഡോളർ കൊടുത്ത് സഹായിക്കുന്നത് ചൂണ്ടയിൽ ഇര കൊളുത്തുന്ന പോലെയാണ്. ഇപ്പോൾ വലിയൊരു ഫിഷ് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇര അങ്ങ് കൊളുത്തി കൊടുക്കുകയാണ്. ഇതാണ് USA ചെയ്യുന്നത്. കാരണം ആ രാജ്യത്തിന്റെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ അമേരിക്കയുടേതായിട്ടുള്ള സാധനങ്ങളായിട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് അവർക്ക് അമേരിക്കയുടെ ഇപ്പോൾ ഒരു ഫൈറ്റർ ജെറ്റാണ് അവിടെ കൊണ്ട് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 50 ബില്യൺ ഇവർ എയ്ഡ് അലോക്കേറ്റ് ചെയ്ത് ഇവരെ മാനുഫാക്ചറിങ് ചെയ്ത് ഇവരുടെ സ്റ്റോക്കിലുള്ള സാധനം ഇവർ അമേരിക്കയിൽ വെക്കുന്നതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് അമേരിക്ക അവരെടുത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉള്ളിലേക്കോ കൊണ്ട് പാർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചോ? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ബാക്കി ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ലിറ്ററലി അമേരിക്കയിലുള്ള മെറ്റീരിയൽ ഇവിടെ വന്നിരിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ അതേസമയം ഇവർക്ക് ഓഫർ ചെയ്ത എയ്ഡ് അമേരിക്കക്കാർക്ക് ശമ്പളമായിട്ട് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ പിന്നീട് ഈ ഒരു ഫൈറ്റർ ജെറ്റിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ സാധനങ്ങൾ, ഇതിൽ ഘടിപ്പിക്കേണ്ട മിസൈലുകൾ, ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ നടത്തിക്കേണ്ടത് പിന്നെ ഈ രാജ്യമാണ്. അപ്പോൾ വീണ്ടും അഡീഷണൽ ആയിട്ട് ഇവർ പൈസ മുടക്കണം. അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. പിന്നീട് അവരുടെ റഡാർ സിസ്റ്റം, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം, ഇതെല്ലാം തന്നെ ഈ രാജ്യം വാങ്ങിക്കേണ്ടി വരും. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയാണ് നമ്മൾ അമേരിക്കയുടെ പക്കൽ നിന്നും ആയുധങ്ങൾ കുറേയൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് അവർ ഇതിനകത്ത് ഒരു കാര്യം കൂടി കോട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇസ്രായേലിന് ബെനിഫിറ്റ് നൽകുന്ന രീതിയിലുള്ള കച്ചവടം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഇന്ത്യയോടൊപ്പമാണെന്ന് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ഡോക്യുമെന്റിൽ വളരെ വ്യക്തമായിട്ട് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഡിഫൻസ് പാർട്ട്ണർ, ഇസ്രായേലിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ പർച്ചേസ് നടത്തുന്ന ഒരു രാജ്യം ഇന്ത്യയാണെന്ന് അവർ എഴുതിയിട്ടുണ്ട്. പണ്ട് തൊട്ടേ ഇന്ത്യയിൽ വെദർ ഇറ്റ് ഇസ് കോൺഗ്രസ് ഓർ BJP, നമ്മൾ ഇസ്രായേലിൻ്റെ അടുത്ത് തന്നെയാണ് പണ്ട് മുതലേ ആയുധങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവർ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, അത് കുറിച്ച് വെച്ചിട്ടുമുണ്ട്. ഇന്ത്യ ഇസ്രായേൽ ബന്ധം എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി അമേരിക്ക ആവശ്യപ്പെടുന്നത്, ഒരു സൈഡിൽ ഇസ്രായേലിനെ വെച്ചിട്ട് സൗദിയുടെ അടുത്ത് വിലപേശൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക,
മറ്റേ സൈഡിൽ സൗദി അറേബ്യയെ വെച്ചുകൊണ്ട് പാലസ്തീനിയൻ 2 സ്റ്റേറ്റ് എന്നുള്ള രീതിയിലുള്ള ഡയലോഗ് ഒക്കെ വെച്ചുകൊണ്ട് ഇസ്രായേലിന്റെ മുന്നിൽ വിലപേശൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക. ഇതിന് നെതന്യാഹു വളരെ സ്വീറ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയാണ്. സ്റ്റോപ്പ് മെമ്മോ എന്ന് പറഞ്ഞാൽ അടുത്ത 20 വർഷത്തേക്ക്, അതായത് നെതന്യാഹു ഈ ഫണ്ട് സിസ്റ്റം ഇനി നമുക്ക് വേണ്ട, ഇനി അമേരിക്കയ്ക്ക് ഇസ്രായേലിന് ഫണ്ട് തരണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ എക്കണോമിക് മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തൂ എന്നാണ് നെതന്യാഹു പറയുന്നത്. കാരണം ഞങ്ങൾ ഒരുവിധം സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ആയുധങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ സാധനങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലുപരിയായിട്ട് ഞങ്ങൾക്ക് ഇനി ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു എയ്ഡ് വേണ്ട, ആ സെയിം എയ്ഡ് നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിനുള്ളിൽ എക്കണോമിക് സോണിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം വേറൊരു കാര്യമുണ്ട്. കാരണം ഗാസയിൽ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് ട്രംപ് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഹമാസിനെ ഡിസാം ചെയ്യാൻ പോലും ആ ഒരു പോളിസി പോലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാണ്ട് ഗാസ റീകൺസ്ട്രക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് UK ചേർന്ന് തട്ടിക്കൂട്ടിയ ഒരു ടീമുമായിട്ട് റെഡിയായി വരികയാണ്. റിയൽ എസ്റ്റേറ്റ് ടീമുമായിട്ട്, ടോണി ബ്ലെയറിന്റെ ടീമുമായിട്ട്. അത് നെതന്യാഹുവിന് ഒട്ടും താല്പര്യപ്പെടുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 വർഷത്തേക്ക് ഇസ്രായേലിനെ അമേരിക്കയുമായിട്ട് ഡിഫൻസ് പാക്റ്റിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ അമേരിക്ക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെതന്യാഹു പറയുന്നത് ഞാൻ 10 വർഷത്തേക്ക് സൈൻ ചെയ്യാൻ തയ്യാറാണ്, അതും തന്നെ ഈ എയ്ഡ് സംവിധാനത്തിലൂടെയല്ല, ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കാം എന്നുള്ള നിലയിൽ 10 വർഷത്തേക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ 10 വർഷം എന്ന് ഉദ്ദേശിക്കുന്നത് നെതന്യാഹു വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആലോചിച്ചിട്ടാണ്. ഈ ഒരു 4 വർഷത്തേക്ക് ട്രംപ് ഉണ്ടാവും. ഇനി ട്രംപിനടുത്ത് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ JD വാൻസ് മത്സരിക്കും. അങ്ങനെ അഥവാ റിപ്പബ്ലിക്കൻസിന് വീണ്ടും വോട്ട് കിട്ടി JD വാൻസ് വിജയിക്കുന്നുവെങ്കിൽ JD വാൻസ് ഒരു 4 വർഷം തുടരും. ആ 4 വർഷം കഴിഞ്ഞാൽ വീണ്ടും JD വാൻസിന് ഒരിക്കൽ കൂടി മത്സരിക്കാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഥവാ JD വാൻസ് രണ്ടാമതും വിജയിച്ചു കഴിഞ്ഞാൽ ഓവറോൾ റിപ്പബ്ലിക്കൻസിന്റെ കയ്യിൽ ഒരു 15 ഇയേഴ്സ് കിട്ടുകയാണ്. ഇത് മനസ്സിൽ കരുതിക്കൊണ്ടാണ് നെതന്യാഹു 10 ഇയേഴ്സിനുള്ള എഗ്രിമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ട്രംപിനെ ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇട്ടിരിക്കുന്നത്. കാരണം ട്രംപിന് ഇപ്പം കൊടുത്ത വാഗ്ദാനങ്ങൾ, അതായത് സൗദി അറേബ്യക്ക് കൊടുത്ത വാഗ്ദാനങ്ങളും നിറവേറ്റാൻ പറ്റില്ല. അതേസമയം ഇസ്രായേൽ ഒരു സൈഡിൽ നല്ല പ്രഷർ ഇടുകയാണ്. ശരിക്കും അമേരിക്കയുടെ ഡിപ്പെൻഡൻസിയിൽ ഇസ്രായേൽ കഴിയുന്നു എന്നുള്ളതിലുപരിയായിട്ട് ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഡിപ്പെൻഡൻസിയിലാണ് അമേരിക്ക കഴിയുന്നത്. അത് ഇസ്രായേലിന് മാത്രമല്ല, അമേരിക്കയുടെ എല്ലാ അലൈ രാജ്യങ്ങളും നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഈ രീതിയിലുള്ള ഇന്റലിജൻസ് ഡിഫൻസ് സെല്ലിംഗ് മെത്തേഡ്, ഈ ഒരു എയ്ഡ് സംവിധാനത്തിനെ, ഡിഫൻസ് എയ്ഡ് സംവിധാനത്തിനെ ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത് ഇന്റലിജൻസ് ഡിഫൻസ് സെല്ലിംഗ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഈ രീതിയിലുള്ള ഡിഫൻസ് സെല്ലിംഗ് മെത്തേഡിലൂടെയാണ് അമേരിക്ക ഡിഫൻസ് മാർക്കറ്റ് പുഷ്ടിപ്പെടുത്തി കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ശത്രുക്കളൊന്നുമല്ല, പക്ഷേ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ലെവലിൽ നടക്കുന്ന ചില ഡിസിഷൻ മേക്കിങ്സ് ആണ് ഞാനിവിടെ ക്രാക്ക് ഡൗൺ ചെയ്തത്. അപ്പോൾ എന്തായാലും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.